സ്ത്രീകളും പുരുഷന്മാരും ഒന്നായി ഒരുമിച്ച് കൂടി ഇടകലർന്നുള്ള ഏത് പദ്ധതി കൊണ്ടുവന്നാലും അത് ഇവിടുത്തെ ദീൻ പൊളിക്കാനുള്ള പദ്ധതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം, വളരെയധികം ചിന്തിക്കണം. അതിന് എല്ലാവരും അത്തരം പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കരുത് എന്നുകൂടി നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇന്ന് തന്നെ നമ്മൾക്കെതിരായി പത്രത്തിൽ ധാരാളം വരുന്നു. എന്താ ഈ മുസ്ലിയാക്കന്മാർ യാഥാസ്ഥികന്മാരാണ്, അവർക്ക് ലോകം തിരിയാത്തവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ലോകം ഉദ്ദേശിച്ചിട്ടുണ്ട്, മറ്റേ ലോകം ഉദ്ദേശിച്ചിട്ടുണ്ട്. എല്ലാ എന്താ പാസ്സാക്കുന്നത്? പത്രക്കാരും ചാനലുകാരൊക്കെ ആഘോഷിച്ചൊരു പ്രസ്താവനയാണ്. സ്ത്രീ പുരുഷന്മാർ ഇടകലർന്ന് ഇരുന്നു കൊണ്ടുള്ള ഏത് പദ്ധതിയെയും ഞങ്ങൾ എതിർക്കും. അതാണല്ലോ പറഞ്ഞത്. അപ്പൊ പിന്നെ നിങ്ങളെ സ്ഥാപനത്തിൽ രണ്ടും ഒരുമിച്ചിരുന്ന് പഠിപ്പിക്കുമ്പോൾ ആ പദ്ധതിയെ നിങ്ങൾ ആദ്യം എതിർക്കണ്ടേ? അതവിടെ ഇരിക്കട്ടെ. ഇനി നോളേജ് സിറ്റിയിലേക്കൊന്ന് വരാം. ഇതൊക്കെ പൊതുസമൂഹത്തോട് പറയുന്നതിന് മുമ്പ് സ്വന്തം ശിഷ്യന്മാരും സ്വന്തം മക്കളും ഇവർ ചെയ്യുന്ന ഈ സംഭവത്തെ എതിർത്ത് ഇല്ലാതെയാക്കലാണ് അത്ര ആർജവവും തൻ്റെ ഇടമൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഇടകലർന്നിരിക്കരുത് എന്ന് പറയുന്നുണ്ടല്ലോ. നിങ്ങളെ സ്വന്തം സ്ഥാപനമായ നോളേജ് സിറ്റിയിൽ എന്താ പഠിത്ത് നടന്നു? ഒന്നും രണ്ടൊന്നല്ല, അതിലൊരു പരിപാടി, അതിലാണും പെണ്ണൊക്കെ ഒറ്റയ്ക്കിരുന്ന് ലാസ്റ്റ് സുലൈമാൻ ഉസ്താദ് ഇത് ശരിയല്ലായിരുന്നൊരു നോട്ടീസ് കൊടുത്തല്ലോ. കൊടുത്ത സുലൈമാൻ ഉസ്താദ് ഒറ്റപ്പെട്ടു എന്നല്ലാതെ നടത്തിയ അക്കീമസരിന്റെ രോമത്തിന് പോലും ഒന്നും പറ്റിയില്ല. മകനെ സംരക്ഷിക്കുകയാണ് പിതാവ്. എന്നിട്ട് അപ്പിതാവ് എന്തിന് നാട്ടുകാരോട് പറയണം? ഇത് ചോദ്യമല്ലേ? ഇത് നോളേജ് സിറ്റിയിലെ പെൺ സാന്നിധ്യത്തെ കുറിച്ച് വന്ന വാർത്തയും അതിന്റെ വീഡിയോയും ഒന്ന് കണ്ടോളൂ. സംയുക്തമായാണ് 3 ദിവസം നീണ്ടുനിന്ന ക്ലൈമറ്റ് ആക്ഷൻ സമ്മിറ്റ് മർക്കസ് നോളേജ് സിറ്റിയിൽ സംഘടിപ്പിച്ചത്. ശാസ്ത്രജ്ഞരും അധ്യാപകരും വിദ്യാർത്ഥികളടക്കം 40 രാജ്യങ്ങളിൽ നിന്നായി 200-ലധികം പ്രതിനിധികൾ സമ്മിറ്റിൽ പങ്കെടുത്തു. സമസ്തയുടെയും മർക്കസിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടിയിൽ നിന്ന് വ്യത്യസ്തമായി സദസ്സിലും വേദിയിലും വനിതകളുടെ പ്രാതിനിധ്യം സജീവമായിരുന്നു. പ്രഭാഷകരായും ശ്രോതാക്കളുമായെല്ലാം വനിതകളുണ്ടായിരുന്നു. പ്രത്യേക വേർതിരിവില്ലാതെയായിരുന്നു പങ്കാളിത്തവും. ഇതാണ് സമസ്തയ്ക്കകത്തും പുറത്തും ചർച്ചയാകാൻ കാരണം. സംഘടനയ്ക്കകത്ത് വലിയ ചർച്ചയായതിനെ തുടർന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ പ്രസ്താവന പുറത്തിറക്കി. സ്ത്രീ പുരുഷന്മാർ ഇടകലർന്ന് വേദി പങ്കിടുന്ന വിഷയത്തിൽ സമസ്തയും സുന്നി പ്രസ്ഥാനവും നേരത്തെ സ്വീകരിച്ചു വരുന്ന നിലപാടുകളിൽ യാതൊരു മാറ്റവുമില്ലെന്ന് സുലൈമാൻ മുസ്ലിയാർ വ്യക്തമാക്കുന്നു. നോളജ് സിറ്റിയിൽ നടന്ന ക്ലൈമറ്റ് സമ്മിറ്റിലെ സമസ്ത പാരമ്പര്യത്തിന് വിരുദ്ധമായി നടന്ന വിഷയങ്ങൾ സംബന്ധിച്ച് ബന്ധപ്പെട്ടവരുടെ വിശദീകരണം തേടി ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും പ്രസ്താവനയിൽ പറയുന്നു. അത് പ്രസ്താവന മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു നടപടിയോടെ നടക്കൂല. കാരണം എന്താണെന്ന് അറിയങ്ങള്, ഇത് സംഘടിപ്പിച്ച ആളാരാ? അത് ഒന്നും രണ്ടോന്നല്ല, എത്ര ഉണ്ടത് നിങ്ങൾക്കറിയോ? മർക്കസിന്റെ മുറ്റത്ത് സ്റ്റേജ് കെട്ടിയിട്ട് പ്രായപൂർത്തിയായ പെൺമക്കളെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി അന്യ സ്ത്രീ പുരുഷ നോട്ടവും സ്പർശനവും പരസ്യമായി നടത്തിയപ്പോ അതിനെതിരെ പ്രസംഗിച്ച ഞങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്തവരാണ് ഈ ടീം. എന്നിട്ടാ നിങ്ങൾ ഇവിടെ ചാരിത്ര പ്രസംഗം നടത്തുന്നത്? വേശ്യയുടെ ചാരിത്ര പ്രസംഗം. നിങ്ങളുടെ വാദമനുസരിച്ചാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്. നിങ്ങൾ പറയുന്നു ഇടകലർന്നിരിക്കാൻ പാടില്ല, നിങ്ങൾ പഠിപ്പിക്കുന്നില്ലേ ഇവിടെ? ഇപ്പൊ നിങ്ങൾ പൊതുസമൂഹത്തോട് പറഞ്ഞില്ലേ, മെക്സവനെ കുറിച്ച് പറഞ്ഞില്ലേ? എങ്കിൽ നോളേജ് സിറ്റിയിൽ ഇത് അന്വേഷിക്കാൻ എന്തിനാ പോണ്? ആ സംഘടിപ്പിച്ച ആൾ എന്നെ മുഷാവറാങ്ങല്ലേ? സംഘടിപ്പിച്ച ആൾ വരട്ടെ.